ലേബി പറഞ്ഞ പോലെ തന്നെ ഇത് വെറും അശ്രദ്ധയെ മാത്രമല്ല, ഇത് അലംഭാവമാണ്, നിരുത്തരവാദപരമായ നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതുപോലെ ഒരു ആളുകൾ അവിടെ താമസിക്കുന്ന പ്രദേശമാണ്. ഇപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള അവർ പറയുന്നതിന്റെ ഒരു അത്രയും പോലും ബോധമില്ലേ ഇത് അവിടെ നടത്തുന്ന ആളുകൾക്ക് എന്ന് ചോദിക്കുകയാണ്. കാരണം ഇങ്ങനെയാണോ അവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്? അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലേ? അത് നടത്തുന്ന സമയത്ത് പോലും അങ്ങനെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ടാകുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ആ പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇതിപ്പോൾ എത്രത്തോളം നേരമായി കാണും ഇങ്ങനെ തകർന്നു വീണിട്ട്? ശ്രുതി, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പാലം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത് വലിയ കേരളത്തിലെ തന്നെ ദൈർഘ്യമേറിയ പാലങ്ങളിൽ ഒന്നാണിത്. വരാപ്പുഴ പാലത്തിലൂടെ അത്രയും അധികം ഗതാഗതവും ഉള്ളതാണ്. എറണാകുളം മേഖലയിൽ നിന്ന് പറവൂരേക്ക് വണ്ടികൾ പോകുന്ന റോഡുമാണിത്. ഈ പാലത്തിന് സമാന്തരമായി നാഷണൽ ഹൈവേ 66 നിർമ്മിക്കുന്ന പാലമാണിത്. ഈ പാലത്തിന്റെ നിർമ്മാണം ഏറെ നാളുകളെടുത്താണ് ഇത്രയും എത്തിയിരിക്കുന്നത്. ഈ പാലം നിർമ്മിക്കുന്നതിനായി സപ്പോർട്ടിംഗ് ജാക്കികൾ ഈ ഭാഗത്തെല്ലാം അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇത് പൊളിക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. ഇത് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓരോന്നും വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ഇത് വെറുതെ ഒഴിഞ്ഞ പ്രദേശമല്ല, ഇതിന്റെ രണ്ട് ഭാഗത്തും ആളുകൾ താമസിക്കുന്ന ഇടമാണ്. നമ്മൾ ഈ പൊളിഞ്ഞ നിലയിൽ കാണുന്നത് ഇത് റോഡാണ്. സത്യത്തിൽ ഈ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചെളി മൂടിക്കിടക്കുന്നത് ഇതിന്റെ സർവീസ് റോഡാണ്. ഇത്രയും അശ്രദ്ധയോടുകൂടി ഈ സർവീസ് റോഡിന്റെ നിർമ്മാണം നടത്താതെയാണ് ഈ പാലംപണി നടത്തിയിരിക്കുന്നത്. അപ്പോൾ നാട്ടുകാർക്ക് അത് ഉണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട്, ഈ ചെളിയിലൂടെയാണ് ആളുകൾ ഇതുവഴി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നാട്ടുകാരുടെ പ്രധാന പരാതിയും. ഇത്തരത്തിൽ ഇവിടെ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിൽ പാലം പണി തുടങ്ങി. ഈ പാലം പണി തുടങ്ങിയിട്ട് നാളുകളായി. ഇത് ഏറെക്കാലം എടുക്കേണ്ട ജോലിയുമാണ്. എന്നിട്ടും തീരെ നാട്ടുകാരുടെ അസൗകര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള ജോലികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അതുമാത്രമല്ല, വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ഈ ജോലി ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ഇതിന്റെ ഈ സർവീസ് ജാക്കികളൊക്കെ ഇത്രയും ശ്രദ്ധയോടുകൂടിയാണ് ഈ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഇവിടെ സ്ഥാപിച്ചത്. ഇത് പൊളിച്ചപ്പോഴാണ് ഈ അവസ്ഥയുണ്ടായത്. ഇത് സ്ഥാപിച്ചപ്പോഴും ഇങ്ങനെ തന്നെ വളരെ കെയർലെസ് ആയി സൂപ്പർവൈസറുടെ സാന്നിധ്യമില്ലാതെ ഇങ്ങോട്ട് എത്തി ഈ ജോലിക്കാർ മാത്രം കൊണ്ടുവന്ന് ഇത് വളരെ അശ്രദ്ധയോടെ സ്ഥാപിച്ചു എന്നുള്ള പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ആരുടെയും പരാതി ആരും പരിഗണിക്കുന്നുമില്ല. ഈ പരാതികളൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നതല്ലേ? പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇവരാരും ശ്രദ്ധിക്കണില്ല, ഇവർ മൈൻഡ് ചെയ്യണില്ല. ഇപ്പൊ ഇത് തന്നെ വീണിട്ട് തന്നെ ഇവർ മാറിക്കളഞ്ഞേക്കണം. ഇവിടെ നിന്ന് പണി ഇത്ര നേരം പണി ഉണ്ടായിരുന്നു, അവർ പണി ഇട്ടുകൊണ്ട് അവർ മാറിക്കളഞ്ഞു. അവര് 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്, ഈ റിപ്പയറിംഗിന് വേണ്ടി 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. ഈ വീട്ടിലേക്ക്, അതായത് ഒന്ന് ഓർത്തു നോക്കുക, ഇത് സർവീസ് റോഡ്. ഈ സർവീസ് റോഡിലേക്കാണ് ഇത്രയധികം ഇരുമ്പ് ജാക്കികൾ തകർന്നു വീണിരിക്കുന്നത്. ഇതുവഴി സ്ഥിരം സഞ്ചാരമുള്ളതാണ്. ഇതിന് 5 മിനിറ്റ് മുമ്പും ഇതുവഴി ആളുകൾ കടന്നു പോയിരുന്നു. ഇങ്ങോട്ട് ആരെങ്കിലും ഇതുവഴി ആരെങ്കിലും കടന്നു പോകുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായതെങ്കിൽ ഇത് വലിയ ദുരന്തമായി മാറിയേനെ. അത്രയും വലിയ ദുരന്തം ഉണ്ടാകേണ്ട സാഹചര്യമാണ് ഭാഗ്യവശാൽ ഒഴിവായിരിക്കുന്നത്. ഈ വീട്ടിലാകട്ടെ, ഈ വീട്ടിലേക്കാണ് ബാക്കി ഇതിന്റെ ഒരു ഭാഗം, ഈ ജാക്കി ഒരു ഭാഗം തകർന്ന് വീണ് കിടക്കുന്നത്. ഇവിടെ ഇവര് സ്ഥിരമായി ഈ ഭാഗമെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെയൊക്കെ ആളുകൾ ഉണ്ടാവാറുള്ളതാണ്. ഇവിടെ 4 അംഗങ്ങളും ഉള്ളതാണ്. എന്നിട്ടും എത്ര അലസതയോടുകൂടി ഇവർ പറയുകയാണ്, ശ്രുതി, 2000 രൂപ ഈ വീട്ടിലേക്ക് ഇത് തകർന്ന് വീണതിന് 2000 രൂപ കോമ്പൻസേഷൻ കൊടുക്കാമെന്ന്. ഇതിന് തൊട്ടു മുമ്പ് ഈ വീട്ടുടമസ്ഥൻ ഫ്രാൻസിസിന് തന്നെ ഈ ഭാഗത്ത് വെച്ച് ലോറിയിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇങ്ങനെ ഇത്രയും നിരുത്തരവാദപരമായ നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ്. ഒരു ദുരന്തമുണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുൻപ് തന്നെ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. വരാപ്പുഴയിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികൾ വീടിന് മുകളിലേക്ക് തകർന്നു വീണത്. വിശദാംശങ്ങളാണ് ലേബി സജീന്ദ്രൻ നൽകിയത്.